ഇന്ന് ഞാനൊരു ബൈബിൾ കഥയാണ് പറയുന്നത്. പണ്ട് കാർമൽ ഗ്രാമത്തിൽ നാബാൽ എന്ന സമ്പന്നനായൊരു മനുഷ്യനും അവൻ്റെ ഭാര്യ അബിഗയിലും ജീവിച്ചിരുന്നു. നാബാലിന് ധാരാളം ആടുകളും വേലക്കാരും ഉണ്ടായിരുന്നെങ്കിലും അയാളൊരു ബുദ്ധിശൂന്യനും ക്രൂരനുമായിരുന്നു. എന്നാൽ അബിഗയിലാകട്ടെ ദൈവഭയവും ബുദ്ധിയുമുള്ള വളരെ സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു. ഒരു ദിവസം ദാവീദ് രാജാവും വനങ്ങളിൽ അലയുമ്പോൾ നാബാലിൻ്റെ ആട്ടിടയന്മാർക്ക് കാവൽ നിന്നതിന് പകരമായി കുറച്ച് ഭക്ഷണം ചോദിച്ചു. എന്നാൽ ദുഷ്ടനായ നാബാൽ ദാവീദിനെ അധിക്ഷേപിച്ച് വെറും കൈയോടെ മടക്കി അയച്ചു. കോപിഷ്ഠനായ ദാവീദ് നാബാലിനെയും കുടുംബത്തെയും ശിക്ഷിക്കാനായി പടയാളികളുമായി ഇറങ്ങിത്തിരിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ അബിഗയിൽ സമയമൊട്ടും കളയാതെ അപ്പവും വീഞ്ഞും ആട്ടിറച്ചിയും ഉണക്കമുന്തിരിയുമെല്ലാം കഴുതപ്പുറത്ത് കയറ്റി ദാവീദിനെ കാണാൻ പുറപ്പെട്ടു. ദാവീദിൻ്റെ മുന്നിലെത്തിയ അബിഗയിൽ താഴ്മയോടെ വണങ്ങി പറഞ്ഞു, പ്രഭു, നാബാലിൻ്റെ വിഡ്ഢിത്തം ക്ഷമിക്കണമേ. ദേഷ്യം കാരണം പ്രതികാരം ചെയ്ത് രക്തച്ചൊരിച്ചിൽ വരുത്തരുതേ. ദൈവം അങ്ങയെ വലിയ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അബിഗയിലിൻ്റെ ശാന്തവും വിവേകപൂർണവുമായ വാക്കുകൾ ദാവീദിൻ്റെ കോപത്തെ തണുപ്പിച്ചു. പ്രതികാര ചിന്തയിൽ നിന്ന് തന്നെ തടഞ്ഞ അബിഗയിലിൻ്റെ ജ്ഞാനത്തെ ദാവീദ് വാഴ്ത്തുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. ദാവീദിനോടുള്ള ഭയത്താൽ നാബാൽ പിന്നീട് മരണപ്പെട്ടപ്പോൾ ദാവീദ് അബിഗയിലിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വഴിയിൽ വിശ്വസ്തയോടെ നടന്ന അവർക്ക് കിലയാബ് എന്ന മകനും ലഭിച്ചു. ദേഷ്യത്തേക്കാൾ വലുതാണ് വിവേകമെന്നും ശാന്തമായ വാക്കുകൾക്ക് വലിയ കോപത്തെ പോലും മാറ്റാൻ കഴിയുമെന്നും അബിഗയിലിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.